से कहा, असंभव को संभव करने वाला यीशु मैं तेरे साथ हूँ। असंभव को संभव करने वाला यीशु मैं तेरे साथ हूँ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉച്ച കഴിഞ്ഞ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിപ്പാനായി ലഭിച്ച ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയേറെ ദാസൻ ഹല്ലേലൂയ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഒരുപക്ഷെ എന്നെ എല്ലാവർക്കും ഹല്ലേലൂയ പരിചയമില്ലായിരിക്കാം. ഹല്ലേലൂയ എന്ന പരിചയമുള്ള പല പ്രിയപ്പെട്ടവരും ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ അച്ചായനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ബീന അസിസ്റ്റിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പല പരിചയമുള്ള മുഖങ്ങളും ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോടൊപ്പം ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നത്. യാദൃശ്ചികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാം ദൈവത്തിൻ്റെ ആ പ്രോഗ്രാമിലുള്ളതായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എൻ്റെ തലയിൽ ഒരു മുടി താഴെ വീണാലും അതറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഹല്ലേലൂയ ഈ സന്ധ്യാസമയത്ത് ഹല്ലേലൂയ ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തീരട്ടെ. ഞാൻ ഹിന്ദിയിൽ പാടിയത് ഹല്ലേലൂയ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ചതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. ഹല്ലേലൂയ ആ ദൈവത്തെയാണ് സേവിക്കുന്ന ദൈവങ്ങളെ. നമ്മൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ഹല്ലേലൂയ ഈ ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഹല്ലേലൂയ അനേകരുടെ വിശ്വാസം തണുത്തു പോകുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ ദൈവം നമ്മെ ഹല്ലേലൂയ ദേശത്ത് ഇത്രത്തോളം നിർത്തിയ അവൻ്റെ ദയോർത്ത് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഓരോ ദിവസവും അവൻ്റെ കരുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ അതേ കർത്താവിൻ്റെ ദാസന് ഹല്ലേലൂയ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ ഹല്ലേലൂയ പറഞ്ഞല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഉറച്ചു നിൽപ്പീൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പ്രതിസന്ധികളുടെ മുൻപിൽ പതറിപ്പോകുന്നവരായിട്ടല്ല, പ്രതികൂലത്തെ കണ്ടുകൊണ്ട് ഭയപ്പെടുന്നവരായിട്ടല്ല, ഹല്ലേലൂയ അതിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ഉറച്ചു നിന്നുകൊണ്ട് ദൈവ പ്രവൃത്തി കാണുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളെയും ഈ ദിവസങ്ങളിൽ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം, നാം ഹല്ലേലൂയ ആരാധിക്കുന്ന സേവിക്കുന്ന ദൈവം, അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ആമേൻ. ഈ ഹല്ലേലൂയ ഉച്ച കഴിഞ്ഞ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ സാലിപാസ് ഇന്നലെയാണ് എന്നോട് പെട്ടെന്ന് പറഞ്ഞത്, ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ ഈ സഭയിൽ പോയി ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതിന് ലഭിച്ച ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ അതിനുള്ള യോഗ്യതകളൊന്നും അടിയന് ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. വലിയ വിദ്യാഭ്യാസമോ വലിയ ഹല്ലേലൂയ സ്തോത്രം പദവികളോ ഒന്നും ഉള്ള വ്യക്തിയല്ല. ഹല്ലേലൂയ സാധാരണ ഒരു വ്യക്തി. ഹല്ലേലൂയ അതെ ഹല്ലേലൂയ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഹല്ലേലൂയ എന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകല്ലായിരിക്കും. അതെ, 61 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ദീർഘവർഷങ്ങൾ ബീഹാറിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അതെ ഹല്ലേലൂയ ബീഹാറിൻ്റെ തലസ്ഥാനമായ പട്നയിൽ ഹല്ലേലൂയ സ്തോത്രം 20 വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അതിൽ 10 വർഷം ഹല്ലേലൂയ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ജോഡിയോടുള്ള ബന്ധത്തിൽ ആ ദേശത്ത് കടന്നുപോയി. എന്നാൽ ഹല്ലേലൂയ ബീഹാറിൽ വെച്ച് കർത്താവിൻ്റെ ആ സ്നേഹം രുചിച്ചറിയുവാനായി ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ ഒരു പള്ളിയിൽ ഭക്തനായിരുന്നു ഞാൻ, ഓർത്തഡോക്സുകാരനായിരുന്നു ഞാൻ. പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ ആ പട്നയിലെ ഹല്ലേലൂയ സഭയിൽ ചർച്ചിൽ അതെ ധൂപക്കുറ്റിയൊക്കെ വീശുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ബീഹാറിയായ ഒരു ദൈവദാസൻ എന്നോട് വന്ന് വചനം ശുശ്രൂഷിക്കുവാനായി ഇടയായി തീർന്നു. ആ വചനം അതെ ഹല്ലേലൂയ മലയാളത്തിലുള്ള പാട്ട് പാടി ആ ദൈവദാസൻ എൻ്റെ അടുക്കൽ കടന്നു വന്നൊരു ദിവസം ആശ്രയം യേശുവിൽ എന്നതിലാന്നുള്ള പാട്ട് മലയാളത്തിൽ പാടി ഹിന്ദിക്കാരനായ ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു ദൈവദാസൻ ഹല്ലേലൂയ ആ പാട്ട് പാടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്നോട് സുവിശേഷം പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനൊരു ഭക്തൻ എന്ന് ഞാൻ നിരൂപിച്ചിരുന്ന അതെ ഹല്ലേലൂയ വിശ്വാസിയായ അതെ ഹല്ലേലൂയ പള്ളി ഭക്തനായിരുന്ന ഞാൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുടെ ചോദിച്ച് എൻ്റെ മുൻപിൽ എനിക്ക് ഉത്തരം പറയുവാൻ ഒന്നുമില്ലായിരുന്നു. ദൈവവചനത്തെക്കുറിച്ച് പല കാര്യങ്ങളും അദ്ദേഹത്തിലൂടെ ഗ്രഹിക്കുവാൻ ഇടയായി കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. ഹല്ലേലൂയ വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള ഹല്ലേലൂയ
അല്ലെങ്കിൽ ഇതിനെയൊക്കെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവവചനം ഏറ്റെടുത്ത് ദൈവ കൽപ്പന അനുസരിക്കുവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ ഗംഗാ നദിയിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ സ്നാനപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവസഭയോട് ചേർന്ന് ഹല്ലേലൂയ ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു ഹല്ലേലൂയ. എന്നാൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവവചനം പഠിക്കുവാനായിട്ട് ഡൽഹിയിലേക്ക് കടന്നു പോവുകയും അവിടെ ഹല്ലേലൂയ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഹല്ലേലൂയ സഭയിലെ പാസ്റ്റർ കെ.ടി. തോമാച്ചായൻ്റെ ഹല്ലേലൂയ ബഥേൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനും തുടർന്ന് ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ, അത് ബീഹാറിൽ തന്നെ ജാർഖണ്ഡിൽ ഹല്ലേലൂയ സ്തോത്രം 2 വർഷം അത് ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ട്രെയിനിങ് സെന്ററിൽ ട്രെയിനിങ് എടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. ബീഹാറിലെ പല ഗ്രാമപ്രദേശങ്ങളിൽ കടന്നുപോയി ദൈവവചനം ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ വലിയ ഹല്ലേലൂയ സ്തോത്രം വലിയ കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാൻ ഹല്ലേലൂയ എളിയവനായി എന്നെയും ദൈവം തെരഞ്ഞെടുത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ബീഹാറിൽ ഞങ്ങൾക്ക് 2 ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ഒന്ന് വൈശാലി ഡിസ്ട്രിക്റ്റിലുണ്ടായിരുന്നു, ഒന്ന് ഹല്ലേലൂയ റാഞ്ചിയിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ തുടങ്ങുവാനായിട്ട് കർത്താവ് ഹല്ലേലൂയ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറഞ്ഞ പ്രസ്ഥാനം അതിന് ഞങ്ങൾക്ക് സഹായം ചെയ്തു. അങ്ങനെ ഹല്ലേലൂയ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ സ്നാനപ്പെടുത്തിയ ഹല്ലേലൂയ പല പ്രിയപ്പെട്ടവരും ബീഹാറിൽ കർത്താവിൻ്റെ വേലയിലുണ്ട്. ഹല്ലേലൂയ ശുശ്രൂഷക്കാരായി അനേകരെ ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമയങ്ങൾ ഒരു വല്ലാത്ത സമയമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. അതെ, ശത്രുവാകുന്നവൻ അതെ പല ജീവിതങ്ങളെയും പുറകോട്ട് പിടിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസഭയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരും പിന്നോട്ടല്ല, മുൻപോട്ട് നോക്കിക്കൊണ്ട് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം ഓടേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉറപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അതെ, ഹല്ലേലൂയ. എത്രത്തോളം നാം ദൈവവചനം കേൾക്കുന്നു അതനുസരിച്ച് അതെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇടപെടുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവവചന ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ സ്തോത്രം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആമേൻ. 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 ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 3-ാമത്തെ അധ്യായം അതിൻ്റെ 12 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച. ദൈവത്തിന് സ്തോത്രം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. എബ്രായ ലേഖനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം ഇവിടെയുള്ള ദൈവമക്കളൊക്കെ ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ളവരാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ നാം കേട്ടിട്ടുള്ള വചനങ്ങൾ തന്നെയാണ് വീണ്ടും നാം കേൾക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒന്നുകൂടെ തട്ടി ഉണർത്തുവാൻ, ഒന്നുകൂടെ നമ്മെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, സാഹചര്യങ്ങളെ ചുറ്റുപാടുകളിൽ നോക്കി ഹല്ലേലൂയ ഭയപ്പെട്ടു പോകാനല്ല. ഹല്ലേലൂയ എബ്രായ ലേഖനം എഴുതുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം, അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തു വിശ്വാസത്തിൽ, യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുവിയ വിശ്വാസത്തിൽ കടന്നു വന്ന ഹല്ലേലൂയ അവർ നേരിട്ട വലിയ പ്രതികൂല പ്രതിസന്ധികളെ ഒരു കാലഘട്ടമായിരുന്നു ആ എബ്രായ ലേഖനം എഴുതുന്ന കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ സഭ പീഡിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ സിംഹത്തിൻ്റെ കുഴിയിൽ എറിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ തീച്ചൂളയിൽ എറിയുമ്പോൾ അതെ ഈർച്ചവാൾ കൊണ്ട് അറുത്തു കൊല്ലുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ അങ്ങനെ പലതരത്തിലുള്ള പീഡകളിലൂടെ അതെ ഹല്ലേലൂയ അതെ ആ റോമ സാമ്രാജ്യം നടത്തുമ്പോൾ അതിൻ്റെ നടുവിൽ പരിശുദ്ധ ആത്മാവ് അതെ പ്രബോധിപ്പിക്കുകയാണ്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. കഠിനപ്പെട്ടു പോയി സാഹചര്യങ്ങളെ നോക്കുമ്പോൾ പലപ്പോഴും കഠിനപ്പെട്ടു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നൊന്ന് ഓർത്ത് നോക്കിയേ. ഹല്ലേലൂയ എത്രയോ പിന്മാറ്റത്തിലേക്ക് എത്രയോ ജീവിതങ്ങൾ കടന്നുപോയി.
ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നാം നിൽക്കുന്ന ദൈവത്തിന്റെ ദയയാണ്, അവന്റെ കരുണയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവേൻ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. കഠിനപ്പെടാതിരിപ്പാൻ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്. എന്ത് ചെയ്യണം? ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും പ്രബോധിപ്പിക്കണം. ദൈവവചനം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ ഈ വചന ശുശ്രൂഷകളിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ, കഠിനപ്പെടാതിരിക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ കഠിനപ്പെട്ടു പോവുക എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഈ മരുഭൂമിയിൽ ഹല്ലേലൂയ മണ്ണൊക്കെ അത് കാഠിന്യമേറിയ മണലുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, മഴ പെയ്യാതെ കഠിനപ്പെട്ട, അതെ, ഹല്ലേലൂയ, സ്തോത്രം, കഠിനമായ ഒരവസ്ഥയിലേക്ക് ഹല്ലേലൂയ, കാഠിന്യം നമ്മുടെ ഹൃദയത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഇന്ന് നാൾ തോറും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് ഹല്ലേലൂയ ദൈവദാസന്മാർ പറയുന്നത്, നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, അത് ഉപേക്ഷയായി വിചാരിക്കരുത്. ഈ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, അതെ, നമ്മുടെ ജീവിതത്തിലെ ആ കാഠിന്യാവസ്ഥകളൊക്കെ ഒന്ന് മാറുവാൻ, അതെ, ദൈവസന്നിധിയിൽ ഒന്ന് നുറുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവ. ഇന്ന് രാത്രികാലം ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. അല്ലെങ്കിൽ ദൈവമക്കളെ, നമ്മൾ ആരും ഒന്നുമല്ല എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. അതെ, നാം ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാലാണ് നാം ഓരോ ദിവസവും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം, ഹല്ലേലൂയ, ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം ഒരു പ്രബോധനമാണ്, അല്ലേ? ഹല്ലേലൂയ. അതിന്റെ 13-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം പൊറുത്തുകൊള്ളുവീനെന്ന് അപേക്ഷിക്കുന്നു. അതെ, ഈ ഹല്ലേലൂയ എബ്രായ ലേഖനം അത് എന്താണ്? പ്രബോധനമാണ്. ദൈവത്തിന്റെ വചനം മുഴുവൻ നമ്മളെ പ്രബോധിപ്പിക്കുക. ഓരോ ദിവസവും നമ്മളെ എക്സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകരുത്, അതിൽ നിന്ന് നാം മാറിപ്പോകരുത്. ഇത് നമ്മുടെ ആത്മീയ വർധനവിന് കാരണമായി തീരോ. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ, സ്തോത്രം. 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലാസ്റ്റ് വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ആദ്യ വിശ്വാസം. ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഒരു പക്ഷേ കോൺഫിഡൻസ് എന്ന വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കോൺഫിഡൻസ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കോൺഫിഡൻസ് ലെവല് കുറഞ്ഞു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. ഈ എബ്രായ ലേഖനം വായിക്കുമ്പോഴേ പലയിടത്തും ആ വാക്ക് നമ്മൾ കാണുന്നുണ്ട്, കോൺഫിഡൻസ് എന്നുള്ള വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കോൺഫിഡൻസ് എന്നുള്ള വാക്ക് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നു, ഹല്ലേലൂയ, ആ ആദ്യ വിശ്വാസം, ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകരുത്. ഒറിജിനൽ കോൺഫിഡൻസ് എന്ന് എവിടെയോ ഞാൻ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ആദ്യമുണ്ടായിരുന്ന കോൺഫിഡൻസ്, നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോഴുണ്ടായിരുന്ന കോൺഫിഡൻസ്. ഹല്ലേലൂയ, ദൈവങ്ങളെ, വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഹല്ലേലൂയ വളരെ തീഷ്ണതയോടെ നമ്മൾ കർത്താവിനെ സേവിക്കുന്നവരായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ ഇന്ന് ഒരു മയക്കാവസ്ഥയിലായി, പലരും ക്ഷീണിതരായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളൊക്കെ അത് നമ്മളെ മടുപ്പിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഓർപ്പിക്കുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യ വിശ്വാസത്തിലുള്ള അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം.
എന്തായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന ആ തീഷ്ണത? എന്തായിരുന്നു നമ്മുടെ പ്രാർത്ഥന? ഹല്ലേലൂയ. അത് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ധ്യാസമയം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യ വിശ്വാസത്തിലുള്ള കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അത് നഷ്ടപ്പെട്ടു പോകരുത്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്? നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വളരെ ക്ലോസ് ആയിരുന്നു. ആ പയ്യന് നല്ല മാർക്കോടെ എല്ലാ സബ്ജക്റ്റിലും 50-ന് 49, 50, 47, 40 അതിൽ കുറവ് വരത്തില്ല. എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് വരും. കാരണം അവൻ്റെ പേരൻസ് സ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഹല്ലേലൂയ അവർ ആ പൈതലിനെ നല്ലോണം പഠിപ്പിക്കുകയും ഹല്ലേലൂയ അവനെ പരീക്ഷയൊക്കെ എഴുതാൻ വരുമ്പോൾ നല്ല കോൺഫിഡൻസ് ആണ്. കാരണം അവൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, അവന് തിട്ടമുള്ളത് കൊണ്ട്, അവൻ്റെ ഉള്ളിൽ ഒരു ധൈര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ എന്താ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നതെന്നൊക്കെ അവനറിയാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, എൻ്റെ അപ്പനും ഒക്കെ ഒരു കൃഷിക്കാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഹല്ലേലൂയ, സ്തോത്രം, എനിക്കാണെങ്കിലും പഠിക്കുന്നതിലും ഒക്കെ അത്ര ബുദ്ധിയൊന്നുമുള്ള ഒരാളായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, പിന്നീട് ഹല്ലേലൂയ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ, അവന് കോൺഫിഡൻസ്, അവന് അത്ര ധൈര്യമുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അവന് നല്ല തിട്ടമുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ പഠിച്ച ആ സബ്ജക്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ദൈവക്കളെ, ഹല്ലേലൂയ, ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കൂടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പലപ്പോഴും നാം പതറിപ്പോകുന്നത് എന്താണെന്നറിയാവോ? ഹല്ലേലൂയ, ദൈവവചനത്തിൻ്റെ ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷീണിച്ചു പോവുകയാണ്, മടുത്തു പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അത് കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസികളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ദൈവവചനം പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. പ്രബോധനത്തിലൂടെ മറ്റുള്ളവരെ അവരുടെ ആ കോൺഫിഡൻസ് ലെവൽ ഒന്ന് വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രബോധനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് ഒരു ധൈര്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഉറപ്പും ധൈര്യവുമായി തീരട്ടെ. ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ, സ്തോത്രം, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ശേഷം ഹല്ലേലൂയ യോശുവയെ ഏൽപ്പിക്കുമ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ഹല്ലേലൂയ. മുൻപിൽ വലിയ ഒരു ശുശ്രൂഷയാണ്, വലിയൊരു ജനത്തെ നയിക്കുവാനായിട്ടുള്ള ശുശ്രൂഷ. ലീഡറായിരുന്ന മോശ ആ സ്ഥാനത്ത് നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഒരു കാര്യം അവനറിയാം. ഹല്ലേലൂയ, സ്തോത്രം, ഇത് ഹല്ലേലൂയ തൻ്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ നടക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവം അവനെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. അതായത് ന്യായപ്രമാണം, മോശ നിന്നോട് പറഞ്ഞിരിക്കുന്ന ആ ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. അപ്പോഴേ ഹല്ലേലൂയ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എനിക്ക് ശാരീരികമായ ചില പ്രയാസങ്ങൾ സംഭവിച്ച കഴിഞ്ഞിടയ്ക്ക് ഹല്ലേലൂയ, നമുക്ക് പലതും ഉള്ളപ്പോഴും നമുക്കറിയത്തില്ല, നമ്മുടെ അതിൻ്റെ വില നമുക്കറിയത്തില്ല. ഒരു ഹല്ലേലൂയ, പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാഴ്ചയ്ക്ക് എന്തോ ഒരു പ്രയാസം വന്ന പോലെ തോന്നി. അപ്പോൾ ഹല്ലേലൂയ, എനിക്ക് സംശയമുണ്ടായിട്ട് ഞാൻ നസീമിലെ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയെന്ന് പറഞ്ഞു. സ്തോത്രം. എങ്ങനെ സംഭവിച്ചെന്നും അറിയത്തില്ല. പിന്നീട് അവർ BP നോക്കിയപ്പോഴേ BP ഒത്തിരി കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു BP കൂടിയിട്ട് കണ്ണിൻ്റെ ഞരമ്പ് പൊട്ടി, അത് സ്കാൻ ചെയ്തു. പിന്നെ അത് ഹമദിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഹല്ലേലൂയ, നമ്മുടെ ഈ കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും?
ദൈവം തന്നിരിക്കുന്ന ഓരോന്നിനായി ദൈവത്തെ സ്തുതിച്ചോണം. ദൈവങ്ങളെ ഹല്ലേലൂയ, നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ വില അറിയുന്നത്. ഹല്ലേലൂയ, ദൈവം നമ്മെ ഇത്രത്തോളം നടത്തിയില്ലേ, പരിപാലിച്ചില്ലേ. ഹല്ലേലൂയ, ഞാനിപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. ഹല്ലേലൂയ, കണ്ണിനകത്ത് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 എണ്ണം കഴിഞ്ഞ് ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. പകുതി വെളിച്ചം വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാകിയാൽ, അവൻ വിടുവിക്കുന്ന ദൈവമാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കൂടട്ടെ. ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആദ്യ വിശ്വാസത്തിലുള്ള ആ കോൺഫിഡൻസ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എഫെസസ് സഭയോട് പറയുമ്പോൾ ഹല്ലേലൂയ പറയുന്നുണ്ട്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ള കുറവ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ദൈവമക്കളെ, ഹല്ലേലൂയ, കുറവ് ദൈവത്തിനറിയാം. ഹല്ലേലൂയ, പുറമേ നമ്മുടെ കുറവുകളൊന്നും മറ്റാർക്കും അറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല. എന്നാൽ കുറവുകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. രാത്രികാലം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോ കേട്ടോ. ഹല്ലേലൂയ, മനുഷ്യന് പുറമേയുള്ളത് കാണുന്നു, ഹൃദയങ്ങളെ കാണുന്ന ദൈവം, രഹസ്യത്തിലുള്ള അത് നമ്മുടെ ഓരോ ജീവിതത്തെയും കാണുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, അതെ, ഹല്ലേലൂയ, ആദ്യ വിശ്വാസം അത് ഹല്ലേലൂയ കുറഞ്ഞുപോയി. ഹല്ലേലൂയ, അതുപോലെ തന്നെ പറയുകയാണ്, ഹല്ലേലൂയ, ആ കോൺഫിഡൻസ് അത് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, അതുകൊണ്ട് ഹല്ലേലൂയ, ആ കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ അത് വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ പുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ആമേൻ, ആമേൻ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് ഇവിടെ പറയുന്നു, ധൈര്യത്തോടെ. ഹല്ലേലൂയ, അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്ന കോൺഫിഡൻസ് അല്ലേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിലെ ദൈവമക്കളെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ള ജാതികളെ പോലെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുന്നവരായി തീരരുത്, മടുത്തു പോകുന്നവരായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ് എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഉണ്ടാണ്. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള കോൺഫിഡൻസ്. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. ആ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം പിടിച്ചുകൊള്ളുക. എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് കൊണ്ടെന്ന് പറഞ്ഞത്? ഹല്ലേലൂയ, ആകാശത്തിൽ കൂടി കടന്നുപോയ ഹല്ലേലൂയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ദൈവത്തിന്റെ പുത്രനായ യേശു. ആമേൻ, ഹല്ലേലൂയ. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ഒന്ന്, നമുക്ക് ദൈവത്തിന്റെ വചനമുണ്ടായി. ഹല്ലേലൂയ, ആ പ്രബോധനം നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കൂട്ടുന്നതാണ്. 2-ാമത് പറയുകയാണ്, ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. അതെ, നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ആമേൻ. ആ മഹാപുരോഹിതനെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ആരാ? മനുഷ്യനല്ല കേട്ടോ. ഹല്ലേലൂയ, സ്വർഗീയ അപ്പോയിന്റ്മെന്റാ. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യരെ ഹല്ലേലൂയ പുരോഹിതന്മാർ, ഹല്ലേലൂയ, നമുക്കറിയാം ഈ ഭൂമിയിലുള്ള പുരോഹിതന്മാരുടെ ഒക്കെ പുറകെ പോയാൽ ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും നാം ക്ഷീണിച്ചു പോകും, മടുത്തു പോകും. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ ഹല്ലേലൂയ അടുത്തേക്ക് ചെല്ലുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കോൺഫിഡൻസ് കൂടണമെങ്കിൽ ആ മഹാപുരോഹിതനെ നോക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ ഈ മഹാപുരോഹിതന്റെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്കറിയാം. യാഗം കഴിക്കുക, അല്ലെ പ്രാർത്ഥിക്കുക, അല്ലെ ഹല്ലേലൂയ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? പക്ഷവാദം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ചില കേസുകളൊക്കെ വാദിക്കാനായിട്ട് ഹല്ലേലൂയ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നൊക്കെ പ്രഗത്ഭന്മാരായ വക്കീലന്മാരെ കൊണ്ടുവരും. ഒരു സിറ്റിങ്ങിന് തന്നെ ലക്ഷങ്ങൾ
കൊടുക്കണം അല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അത് അവരെ എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്? അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവരുടെ വലിയ ഏറ്റവും പിടിയുള്ള വക്കീൽമാരെ കൊണ്ടുവരും. അവർ വന്ന് വാദിച്ചാൽ കാര്യം നടക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ മനുഷ്യനെ അല്ല നമ്മൾ ആശ്രയിക്കുന്നത്. ഇവിടെ പറയുകയാണ് നമ്മുടെ പുരോഹിതൻ, ഹല്ലേലൂയ സ്തോത്രം, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ആമേൻ. നമുക്ക് വേണ്ടി നമ്മെ നല്ലവണ്ണം അറിയുന്ന പുരോഹിതനാണ്. ആമേൻ. നമുക്കെല്ലാം നമ്മുടെ പാസ്റ്റർമാരോട് പറയാൻ പറ്റുമോ? ഈ ഭൂമിയിലുള്ള പുരോഹിതന്മാരോടൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമോ? ഇല്ലെന്നേ. അവരൊക്കെ ഒരു പരിമിതികളുണ്ട്. ഹല്ലേലൂയ. നമ്മെ നല്ലവണ്ണം അറിയുന്ന ഒരു പുരോഹിതൻ, അവൻ ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉണ്ട് എന്നുള്ള ആ ഓർമ്മ നമുക്ക് കോൺഫിഡൻസ് ഒന്നുകൂടെ കൂട്ടും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹന്ന പ്രാർത്ഥിക്കാനായിട്ട് പോയത് നമുക്കറിയാം. ഏലി പുരോഹിതന്റെ മുമ്പിൽ പോയി നിന്നു. ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ മനോവ്യസനമൊക്കെ അത് പകരുക ദൈവസന്നിധിയിലെ. എന്നാൽ നമുക്കറിയാം പുരോഹിതൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ പുരോഹിതന് മനസ്സിലായത് എന്താ? ഇവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു, മത്ത് പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹന്ന പറയുകയാണ്, ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഹല്ലേലൂയ എൻ്റെ വ്യസനം ദൈവസന്നിധിയിൽ പകരുകയാണ്. ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് അതുകൊണ്ടാണ് കൂടണ്ടേ, മനുഷ്യനെ കാണുന്നതുകൊണ്ടല്ല. ഹല്ലേലൂയ മനുഷ്യൻ കാണുന്നത് കൊണ്ടല്ല. ഏതെങ്കിലും പുരോഹിതന്മാര് അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാര് അവര് ഹല്ലേലൂയ ഒരുപക്ഷെ കണ്ടില്ലായിരിക്കാം, നമ്മുടെ വിവരങ്ങൾ അറിഞ്ഞില്ലായിരിക്കാം. എന്നാൽ നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. എന്നെ അറിയുന്ന ഒരു ദൈവം, ഹല്ലേലൂയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി മധ്യസ്ഥനാണപ്പാ. സ്വർഗീയ അതെ ആ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഫിഡൻസ് കൂട്ടണമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 1 തീമോത്തി 2 അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 തീമോത്തിയോസ് 2 അധ്യായം അതിൻ്റെ 5-6. ദൈവം ഒരുവനല്ലോ. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ആമേൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ വചനം ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കൂടണം കേട്ടോ. നമുക്ക് വേണ്ടി സ്വർഗം ഒരു മധ്യസ്ഥനെ അയച്ചു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ മധ്യസ്ഥനുള്ളത് കൊണ്ട് ഹല്ലേലൂയ നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനിപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അല്ലേ? ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ സ്തോത്രം. ആ മഹാപുരോഹിതന്റെ പേരിലാണ് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അത് സ്വർഗം പ്രസാദിക്കുവാൻ സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥനയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7 അധ്യായം അതിന്റെ 25 വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അവൻ പ്രാപ്തനാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഹല്ലേലൂയ സദാ ജീവിക്കുന്നവനാകിയാൽ. ഈ ഭൂമിയിലുള്ള പുരോഹിതന്മാര് ഹല്ലേലൂയ, ഈ ഭൂമിയിലുള്ള അതെ ഹല്ലേലൂയ മധ്യസ്ഥന്മാരൊക്കെ അവരൊക്കെ തീർന്നു പോവും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ് ഹല്ലേലൂയ മരിച്ചവരുടെ മുൻപിൽ അവരുടെ മുൻപില് അവരുടെ ഹല്ലേലൂയ സ്തോത്രം കല്ലറയുടെ മുമ്പിൽ പോയി കിടന്ന് ഹല്ലേലൂയ കരയുന്ന ഓരോ ക്രിസ്ത്യാനികളെ കുറിച്ച്. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. ഹല്ലേലൂയ മണർകാട് പള്ളിയിലും പുതുപ്പള്ളി പള്ളിയിലും ഒക്കെ ഹല്ലേലൂയ പോയി ഹല്ലേലൂയ സ്തോത്രം കുമ്പിട്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ ഒരു മധ്യസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ ഒരു പുരോഹിതൻ, ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ ദൈവ സ്വർഗം അപ്പോയിന്റ്മെന്റ് ചെയ്തു. അത് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ.
അതുകൊണ്ട് ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ കോൺഫിഡൻസ് കൂടണം, ഹല്ലേലൂയ ധൈര്യം കൂടണം, ഹല്ലേലൂയ നമ്മളെ കാണുന്ന, നമ്മെ അറിയുന്ന ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കോൺഫിഡൻസ് കൂടാനായിട്ട് ദൈവവചനം പറയുന്ന ആ എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ 10-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ് മൂന്നാമത്തെ ഘടകം? ദൈവത്തിന് സ്തോത്രം. അതെ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും, ഹല്ലേലൂയ, ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ ധൈര്യപ്പെടുത്തുന്ന ഹല്ലേലൂയ ഒരു കാര്യമാണ്, ഘടകമാണ്. എന്താണെന്നറിയാവോ? യേശുവിൻ്റെ രക്തമാണ് നമുക്ക് മറുവിലയായി കൊടുത്തത്. ആമേൻ, 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 ആമേൻ. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, പാപം ചെയ്ത വ്യക്തി പാപപരിഹാരമായിട്ട് എന്താണ് കൊടുത്തിരുന്നത്? ആട്ടുകൊറ്റൻ്റെയും അല്ലെ ഹല്ലേലൂയ കുറുമ്പ്രാവിൻ്റെയും അല്ലെ ഹല്ലേലൂയ സ്തോത്രം കോലാട്ടുകൊറ്റൻ്റെയും ഒക്കെ അതെ ഹല്ലേലൂയ രക്തമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ ഹല്ലേലൂയ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശുവിന്റെ രക്തമാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിനെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ യോഹന്നാൻ ഹല്ലേലൂയ പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോർദാൻ നദിയിൽ സ്നാനപ്പെടാനായിട്ട് കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുക, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ രക്തമാണ് നമുക്ക് മറുവിലയായി കൊടുത്തത്. അതുകൊണ്ടാ പറഞ്ഞത് ഹല്ലേലൂയ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കൂടണം കേട്ടോ. ഹല്ലേലൂയ ദൈവകൽപ്പന അനുസരിച്ച ദൈവത്തെ അനുസരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ നീ ഹല്ലേലൂയ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട്, നിനക്ക് വേണ്ടി വില കൊടുത്തവനുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് പഴയ നിയമത്തിൽ അവർക്ക് ഹല്ലേലൂയ യാഗം കഴിച്ചാലും ഈ ആട്ടുകൊറ്റന്റെ രക്തമൊക്കെ കൊടുത്താലും ഹല്ലേലൂയ അവർക്ക് ആ വിശുദ്ധ സ്ഥലത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഇവിടെ വായിച്ച വാക്യം അതെ എന്താ വായിച്ചത്? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ എത്ര വലിയ പദ്ധതിയായിരുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ കോൺഫിഡൻസ് കൂടട്ടെ, ഹല്ലേലൂയ ധൈര്യം ഒന്നുകൂടെ കൂടട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് വേണ്ടി വില കൊടുത്ത ഒരു കർത്താവ്, നിനക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ ദൈവവചനത്തിൽ, നിങ്ങൾ ദൈവവചനം വായിക്കുന്നവരല്ലേ, എത്ര ഹല്ലേലൂയ ആ രക്തത്തിൻ്റെ പ്രത്യേകത, ആ രക്തത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ആ കുഞ്ഞാടിൻ്റെ രക്തവും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. റോമാലേഖനത്തിൽ 5-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ രക്തം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഈ രക്തം നമ്മെ സൗഖ്യമാക്കുന്ന രക്തമാണ്. ഈ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. ഈ നമ്മുടെ ജീവിതത്തെ ശാപത്തെ തകർക്കുന്ന രക്തമാണ്. ഇത് നമ്മെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന രക്തമാണ്. ദൈവത്തിന്റെ സ്തോത്രം. രാത്രികാല ദൈവവചനം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം വചനം കേൾക്കുമ്പോൾ നമ്മളെ ധൈര്യം ഒന്ന് കൂടട്ടെ, കോൺഫിഡൻസ് ഒന്ന് കൂടട്ടെ. കർത്താവിന് മഹത്വം.
ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 18-19 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1-ാമത്തെ അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളെ. വ്യർത്ഥവും മൃദുപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവങ്ങളെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴൊക്കെ ഹല്ലേലൂയ ആ വചനത്തിന്റെ ശക്തി നമ്മൾ ഏറ്റെടുക്കണം കേട്ടോ. ഹല്ലേലൂയ. വചനത്തിന് അതിൻ്റെതായിട്ട് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് അതെ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞു, അതെ പരിശുദ്ധാത്മാവോടും ശക്തിയോടും, അതെ ആത്മാവോടും പരിശുദ്ധ ആത്മാവോടും ശക്തിയോടുമായിരുന്നു, അല്ലാതെ പരിജ്ഞാനത്തിന്റെ പ്രദർശനമൊന്നും അല്ലായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വാക്കുകൊണ്ട് പലതും നമുക്ക് പറയാൻ പറ്റും, എന്നാൽ ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ വചനം നാം കേൾക്കുമ്പോൾ അത് അനുസരിക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത് അത് ഹല്ലേലൂയ 30, 60, 100 മേനിയായി ഫലം കൈ. ആമേൻ. ഇത് നല്ല നിലത്ത് വീഴുമ്പോഴാ. ഹല്ലേലൂയ. ഇത് നല്ല നിലമല്ലെങ്കിൽ എത്ര വിത്ത് വിതറിച്ചാലും എത്ര വർഷങ്ങൾ നമ്മളത് വചനം കേട്ടാലും ഇത് കിളിർക്കത്തില്ല. കാരണം എന്താണെന്നറിയാവോ? നല്ല നിലമല്ലാത്തത് കൊണ്ടാ. ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ മുന്നാകെ ഒന്ന് സമർപ്പിച്ചോ. ഹല്ലേലൂയ. കേട്ട വചനത്തെ മുറുകെ പിടിച്ചോ. ഹല്ലേലൂയ. ദൈവവചനം അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ ഹല്ലേലൂയ തീരുമാനങ്ങൾ എടുക്കുക. കാരണം വല്ല സമയങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ദൈവമക്കളെ. അധിക കാലമൊന്നുമില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുക. ലോകം അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇനി അധിക കാലമൊന്നുമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ വല്ലാത്ത കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി, ഹല്ലേലൂയ ആ വരവിന് വേണ്ടി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇല്ലേക്ക് ഈ വചനം കേട്ടിട്ടൊക്കെ എന്താ പ്രയോജനം? ഹല്ലേലൂയ. കർത്താവ് വാനമേഘങ്ങളിൽ കടന്നു വരുമ്പോൾ ഒന്നോർത്ത് നാം ഇഴക്കപ്പെട്ടില്ലെങ്കിൽ, ഈ ഘോരമായിട്ട് വചനം പറഞ്ഞ ഞാൻ ആ കൂടെ പോയില്ലെങ്കിൽ, ഹല്ലേലൂയ വചനം കേട്ട നിങ്ങൾ ഓരോരുത്തരും ആ കൂടെ പോയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? വിത്ത് കിളത്തില്ല. വിത്തിന്റെ ഫലമുണ്ടായില്ല. ദൈവവചനത്തിന്റെ മുന്നാകെ സമർപ്പിക്കുക, നമ്മെ തന്മയെ ഒരുക്കുക. ഹല്ലേലൂയ. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അപ്പൊ ഈ രക്തമാണ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവറിയിൽ കൊടുത്തത്. വിലയേറിയ രക്തം. ഹല്ലേലൂയ. ദൈവമക്കളെ, സന്തോഷമുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. എത്ര വില കൊടുത്താ നമ്മളെ വാങ്ങിയത്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഇത് ധൈര്യം തരുന്ന, ഹല്ലേലൂയ പിന്നീട് 4-ാമത്തെ ഹല്ലേലൂയ ധൈര്യം തരുന്ന അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ആമേൻ. അതുകൊണ്ട് 10:35 സ്തോത്രം. 10:35 വെച്ചേ. അതെ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ആ ധൈര്യം എന്നുള്ള വാക്ക് വന്നില്ലേ? അവിടെ ആ കോൺഫിഡൻസ് എന്നുള്ള വാക്ക് ഹല്ലേലൂയ സ്തോത്രം വന്നിരിക്കുക. എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. എന്തിനാ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകേണ്ടത്? ഹല്ലേലൂയ നമ്മുടെ പ്രതിഫലത്തെ ഓർത്തുകൊണ്ട് നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. ഹല്ലേലൂയ. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഭൂമിയിലുള്ള പ്രതിഫലമല്ല, സ്തോത്രം, നമുക്കൊരു വലിയ മഹാപ്രതിഫലം കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഓർത്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു ധൈര്യം, നമ്മുടെ ഹല്ലേലൂയ ഈ കഷ്ടതയും പ്രയാസങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴേ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പല ത്യാഗങ്ങളും പല കഷ്ടതകളും ഒക്കെ സഹിച്ചുള്ളതാ. ഹല്ലേലൂയ. ഇതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഒരുപക്ഷെ നമ്മൾ ഹല്ലേലൂയ ദോയലുള്ള പലർക്കും അങ്ങനെയുള്ള അവസ്ഥകളൊന്നും അറിയാം.
അറിയത്തില്ലായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ പോകണം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ ദൈവദാസന്മാരൊക്കെ ഹല്ലേലൂയ പീഡിപ്പിക്കപ്പെടുന്നതൊക്കെ കാണണം. ഹല്ലേലൂയ എത്ര ഹല്ലേലൂയ കഷ്ടത സഹിച്ചാണ് അവര് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതെന്ന് അറിയാവോ? ഹല്ലേലൂയ ദൈവമക്കളെ, ആ സമയത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവര് ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ഒരു കാലഘട്ടം ഹല്ലേലൂയ സ്തോത്രം 1-ാം നൂറ്റാണ്ടില് ഈ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം ആരാ എഴുതിയെന്ന് പോലുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പൗലോസാന്ന് ചിലർ പറയുന്നുണ്ട്, ആരാണ് എഴുതിയെന്ന് അറിയത്തില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ ക്ഷീണിച്ചിരിക്കുന്ന അതെ പിന്നെ ഹല്ലേലൂയ പലരും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാനായി ഒരുങ്ങിയിരിക്കുന്നവരെ തട്ടി ഉണർത്തുന്ന, അവരെ ഉറപ്പിക്കുന്ന ഹല്ലേലൂയ അവർക്ക് ആശ്വാസം പകരുന്ന വചനമായി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെയൊക്കെയുള്ള സമ്പത്തുകൾ ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ വാക്യം 32-35 കൂടി ഒന്ന് വായിച്ചാട്ടെ. 32 തൊട്ട്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ഈ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. കഷ്ടങ്ങൾ സഹിച്ചുള്ള ആ പൂർവ്വകാലം ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ ഈ മഹാപ്രതിഫലം ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഉറപ്പിക്കുന്ന ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി തരുന്ന ആ മഹാപ്രതിഫലത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 19-20 എഴുതിയിട്ടുണ്ട്, പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കിടക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നിക്ഷേപം ഈ ഭൂമിയിലുള്ളതല്ലെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നാം കെട്ടിപ്പൊത്തുന്നതൊക്കെ അതൊക്കെ തകർന്നു പോകും. ഹല്ലേലൂയ. ഇന്നലെ ന്യൂസിനകത്ത് നിങ്ങൾ കണ്ടിരിക്കും, കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എത്ര കെട്ടിപ്പിക്കാൻ കുറെ കഴിയുമ്പോൾ അതൊക്കെ ഒരു കുലുക്കം മതി, എല്ലാം തകർന്നു വീഴും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ബാങ്കിൽ കൊണ്ട് കുറെ പണം ഇട്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം, നാളെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാവോ എപ്പോഴാണ് നമ്മുടെ ഹല്ലേലൂയ നാം ഇവിടുന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്? ഈ പണം ആരനുഭവിക്കും? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, സ്വർഗത്തിലുള്ള മഹാപ്രതിഫലം കാണുന്നവർക്കായി ദർശിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളത് സ്തോത്രം, ഈ ഭൂമിയിലുള്ളതില്ല ഹല്ലേലൂയ നാം നോക്കുന്നുവെങ്കിൽ, ഇവിടെ ഒതുങ്ങിക്കൂടുന്നുവെങ്കിൽ ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവവചനത്തിന്റെ മുന്നായി സമർപ്പിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പ്രതിഫലം നോക്കിയത് കൊണ്ടാണ്, ദൈവത്തിന് സ്തോത്രം, പ്രതിഫലം നോക്കിയത് കൊണ്ടാണ് മോശ അതെ ഹല്ലേലൂയ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തില് പറയുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. ആമേൻ. ഇവിടെ പറയുന്നു, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. കുറെ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണ്? ഒന്നാമത് ഹല്ലേലൂയ, നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. അത് എന്തിനാണെന്നറിയാവോ? നാം കഠിനപ്പെട്ടു പോകാതിരിക്കാൻ. ഹല്ലേലൂയ. നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അന്യോന്യം ദൈവവചനം ഹല്ലേലൂയ സംസാരിക്കണം, പ്രബോധിപ്പിക്കണം. രണ്ടാമത് പറഞ്ഞത് ഹല്ലേലൂയ എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമത് പറഞ്ഞത് നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്.
ഈ ഭൂമിയിലെ മഹാപുരോഹിതന്മാരെ ഒന്നും, ഈ പുരോഹിതന്മാരുടെ കാര്യമല്ല പറഞ്ഞത്. ഹല്ലേലൂയ, നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ഹല്ലേലൂയ, അതുകൊണ്ട് നമ്മുടെ ധൈര്യം വർദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കോൺഫിഡൻസ് കൂടണം. കാരണം എന്താണെന്ന് അറിയാവോ? ഹല്ലേലൂയ, അത് സ്വർഗം അപ്പോയിൻമെന്റ് ചെയ്ത ഹല്ലേലൂയ സ്തോത്രം മഹാപുരോഹിതനാ. ഹല്ലേലൂയ, കാരണം അവന് നമ്മെ നല്ലവണ്ണം അറിയാം. നാം ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവം. ആ ദൈവത്തിന്, ആ പുരോഹിതന്റെ മുമ്പിൽ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, അവന് നല്ലവണ്ണം അറിയാമെന്ന്. ഹല്ലേലൂയ, ഇന്ന് ആലോചന കേൾക്കാനായിട്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അല്ലേ, എന്തെല്ലാം കാര്യങ്ങളാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നമ്മെ അറിയുന്ന കർത്താവിന്റെ സന്നിധി നിന്നെ തന്നെ ഏൽപ്പിച്ചാൽ, ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ആ പുരോഹിതനോട്, ആ പുരോഹിതന്റെ സന്നിധി നീ ഇരുന്നാല്, മുഴങ്കാലുകൾ മടക്കിയാല് അവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ആമേൻ. നല്ലൊരു പുരോഹിതനുള്ളതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടണം. മൂന്നാമത് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി വില കൊടുത്തത് യേശുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ, നമ്മുടെ കോൺഫിഡൻസ് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ആ വില യേശുവിന്റെ രക്തം, അതിന് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാലാമത് പറഞ്ഞത് ഹല്ലേലൂയ എന്താണ്? മഹാപ്രതിഫലം, നമ്മുടെ പ്രതിഫലം. ഈ പ്രതിഫലത്തിന്റെ കാര്യം പറയുമ്പോഴാണ് കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും ഒക്കെ നടുവിൽ പലരും ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഹല്ലേലൂയ, സ്വർഗം തുറന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവദൂതന്മാരെ കാണുകയാണ്, തന്റെ ലക്ഷ്യസ്ഥാനം താൻ കാണുകയാണ്. ഈ ലോകത്ത് പ്രതികൂലങ്ങളുടെ നടുവില്, പ്രതിസന്ധികളുടെ നടുവില്, കഷ്ടതകളുടെ നടുവില് ദൈവമക്കളെ, നീ സ്വർഗത്തിലേക്ക് നോക്കാറുണ്ടോ? ഹല്ലേലൂയ, സ്വർഗീയ ദർശനങ്ങൾ പ്രാപിക്കാറുണ്ടോ? ജീവന ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച്, കർത്താവ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറുവാൻ, ഹല്ലേലൂയ, സ്വർഗീയ ദർശനമുള്ളവരായി തീരുവാൻ, കർത്താവ് അങ്ങ് ഹല്ലേലൂയ ഞങ്ങളെ തന്ന ആ വില, ഹല്ലേലൂയ അങ്ങ് തന്ന പദവി, അങ്ങ് ഞങ്ങളെ കണ്ട അതനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. മോശ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചിട്ട് മിസ്രയീമിലെ നിക്ഷേപക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് തന്നെ. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുന്നിൽ നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ആദ്യ വിശ്വാസത്തിലുള്ള ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ തേച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടകൃത്യങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസന് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. വചനം ശുശ്രൂഷിപ്പാനായി അവസരം തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനെയും സഭയെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.